നമ്മളിന്ന് പഠിക്കുന്ന കാര്യം, അതായത് സി പ്രോഗ്രാമിങ്ങിൽ അല്ലെ C++ പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ എഴുതുന്നത്. ഇന്ന് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് ആവശ്യമാകുന്ന റെഡിമെയ്ഡ് പ്രോഗ്രാംസാണ് ഫംഗ്ഷൻ. അത് ഫംഗ്ഷൻ എഴുതുന്നത് എന്തിനാണ്? അവോയ്ഡ് റീകോഡിങ്. പ്രോഗ്രാമിൻ്റെ കോഡിങ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഫംഗ്ഷൻ എഴുതുന്നത്. 2 ടൈപ്പ് ഫംഗ്ഷനുണ്ട്, ബിൽറ്റ് ഇൻ ഫംഗ്ഷനും യൂസർ ഡിഫൈൻ ഫംഗ്ഷനും. നമ്മൾ പഠിക്കുന്നത് യൂസർ ഡിഫൈൻ ഫംഗ്ഷനാണ്. യൂസർ ഡിഫൈൻ ഫംഗ്ഷനകത്ത് ഒന്നാമത്തേത് നോ ആർഗ്യുമെൻറ്റ് നോ റിട്ടേൺ, രണ്ടാമത്തേത് വിത്ത് ആർഗ്യുമെൻറ്റ് നോ റിട്ടേൺ, മൂന്നാമത്തേത് വിത്ത് ആർഗ്യുമെൻറ്റ് വിത്ത് റിട്ടേൺ. അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുക, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് ഫംഗ്ഷൻ എന്ന ടോപ്പിക്കാണ്. ഫംഗ്ഷൻ പ്രോഗ്രാമിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന ടോപ്പിക്കാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് പ്രോഗ്രാം റീകോഡിങ്. പ്രോഗ്രാം റീകോഡിങ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ യൂസ്. വേറൊന്ന്, അതിനെ മോഡ്യൂളാക്കാൻ പറ്റും. മോഡുലറൈസിങ് ദ പ്രോഗ്രാം. പീസ് ആകാം. പ്രോഗ്രാമിനെ ചെറിയ പീസുകളാക്കി ആവശ്യമുള്ളിടത്ത് വിളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ വേറൊരു യൂസ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കടന്നു വരുവാണ്. ഞാനിവിടെ ഫംഗ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കുഞ്ഞു പ്രോഗ്രാം എഴുതാം. ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ച പ്രോഗ്രാമാണ്, അത് തന്നെ എഴുതുവാണ്. പക്ഷേ അതിലൊരു ചെറിയ കാര്യം, ഈ പ്രോഗ്രാമിൽ നമ്മൾ 3 പ്രാവശ്യം സം ചെയ്യും. അതായത് cout enter 2 numbers, cout enter 2 numbers, enter 2 numbers, C in A B, S is equal to A plus B. ഇനിയും എൻ്റെ ആൻസർ പറയുന്നു cout sum S. ഇവിടെ ഈ ജോബ് തീർന്നു. ഇതേ ജോബ് ഇതേ പ്രോഗ്രാമിൽ വീണ്ടും ആവശ്യം വരുന്നു. ഓർക്കുക, നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, ആപ്ലിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്, ആവശ്യമുള്ളിടത്താണ് ഉപയോഗിക്കുന്നത്. വീണ്ടും ഇതേ ലൈനുകൾ എഴുതി, വീണ്ടും ഇതേ സെയിം ലൈൻ എഴുതി. ഓർക്കണം, ഈ ലൈൻ ഈ 4 ലൈനും ആവർത്തിച്ച് എഴുതി. അതേ 4 ലൈൻ വീണ്ടും ആവർത്തിച്ച് എഴുതി എന്ന് ഓർക്കുക. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പം നമ്മൾ കൊടുത്ത 2 നമ്പറിൻ്റെ സം കിട്ടും. ഇവിടെ വെച്ച് വീണ്ടും നമ്മൾ കൊടുക്കുന്ന അനദർ 2 നമ്പേഴ്സിൻ്റെ സം കിട്ടും. ഇവിടെ വെച്ച് വീണ്ടും കിട്ടും. ഇവിടെ കോഡ് റിപ്പറ്റീഷൻ വന്നു. അതായത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ പറഞ്ഞത്. ഏതായാലും ഒരു റിയൽ പ്രോഗ്രാമിങ്ങിൽ പല ഭാഗത്തായിട്ടായിരിക്കും ആവർത്തിച്ച് സെയിം കോഡ് വരുന്നത്. മനസ്സിലായോ? മോണോലിത്തിക് പ്രോഗ്രാമിലെ ഒരു പ്രത്യേകതയാണ് പ്രോഗ്രാം റെപ്പറ്റീഷൻ ഉണ്ട്, കോഡ് റെപ്പറ്റീഷൻ. മോണോലിത്തിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് എങ്ങനെ ഓവർകം ചെയ്യും? അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത്രയും പോർഷനെ നമ്മുടെ ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷനായിട്ട്, ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് ഉണ്ട്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, റെഡിമെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ള പവർ ഫംഗ്ഷൻ, സൈന്, കോസ്, സ്ക്വയർ റൂട്ട്, ഇതെല്ലാം റെഡിമെയ്ഡാണ്. അത് ആരോ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നു. cout cin പോലും ആരോ എഴുതി വെച്ചത് എടുത്ത് ഉപയോഗിക്കുകയാണ്. നമ്മളത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നേരത്തെ. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് ഈ പോർഷനെ ആഡ് എന്ന പേരിട്ട് വിളിക്കുന്നു. ആഡ് ഫംഗ്ഷൻ, ഇൻറ്റിജർ
ABF. Cout, enter two values. Enter two values. C in A, B. This is equal to A plus B. Cout sum. Cout sum. Add function തീർന്നു. ഒരു ഫംഗ്ഷന് മോഡൽ എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻ്റ് ഇവിടെ ഇല്ല, ആർഗ്യുമെൻ്റ് ഇല്ലാത്ത ടൈപ്പാണിത്. അപ്പോൾ നമ്മൾ ആർഗ്യുമെൻ്റ് ഇല്ലാത്തതിന് വോയിഡ് എന്ന് എഴുതും. വോയിഡ് എന്ന് പറഞ്ഞാൽ നത്തിങ്, ഒന്നുമില്ല, റിട്ടേൺ ഒന്നുമില്ല. ഞാനത് ചൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ ഡിഫൈൻ ചെയ്ത, അപ്പോൾ ഓർക്കണം ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് നമ്മൾ നോർമലായിട്ട് i(n)h വിളിക്കേണ്ടതാണ്, അവിടെ വിളിക്കണം, എന്നിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആഡിനെ വിളിച്ചാൽ ഇത് ജോലി ചെയ്യും. ഇവിടെ പകരം വീണ്ടും എഴുതുന്നതിന് പകരം ആഡിനെ വിളിച്ചാൽ വീണ്ടും ജോലി ചെയ്യും. ഇവിടെ വീണ്ടും വിളിക്കുന്നതിന് പകരം ആഡിനെ വിളിച്ചാൽ ജോലി ചെയ്യും. ഇതാണ് ആഡ്, അതായത് ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പം നിങ്ങൾ ഓർക്കണം, മെയിനിനകത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഫംഗ്ഷനെ കോൾ ചെയ്താൽ ഇവിടുന്ന് കോൾ ചെയ്യുമ്പോൾ ആഡ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടുന്ന് വന്ന് ഇവിടെ വന്ന് എക്സിക്യൂട്ട് ചെയ്യും. ജോബ് തീരുമ്പോൾ തിരിച്ച് വിളിച്ച ഇടത്ത് തന്നെ വരും. എന്നിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് ഇറങ്ങും. കോഡ് വിളിച്ചെടുത്ത് നിന്നിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് ഇറങ്ങും. നെക്സ്റ്റ് ലൈനിൽ ഇറങ്ങി അത് എക്സിക്യൂട്ട് ചെയ്യും. അത് വീണ്ടും കോൾ ചെയ്യും, വീണ്ടും പോയി ഫംഗ്ഷൻ കോളിംഗ് എന്നതിന് പറയുന്നത്. ഫംഗ്ഷൻ കോളിംഗ്, ഇത് കോൾഡ് ഫംഗ്ഷൻ, ഇത് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു വന്നു. ഇത് നമ്മുടെ ഫംഗ്ഷൻ ടൈപ്പിൽ ആദ്യത്തേതാണ്. നോ ആർഗ്യുമെൻറ്റ് നോ റിട്ടേൺ, അതായത് ആർഗ്യുമെൻ്റ് ഇല്ലാത്തത്. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വില കൊടുത്ത് വിടുന്ന ഒരു ടൈപ്പ് ഉണ്ട്, അതുടനെ നമ്മൾ പഠിക്കും. ഇവിടെ ഒന്ന് പ്രോസസ്സ് ചെയ്തു, ഔട്ട്പുട്ട് ചെയ്തു, ഇവിടേക്ക് ഇവിടുന്ന് ചെയ്ത ഒരു വാല്യൂം കൊണ്ടുവരുന്നില്ല. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ഫംഗ്ഷൻ്റെ നമ്മുടെ ജോബ് സിമ്പിളാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒരു റെഡിമെയ്ഡ് സാധനം വാങ്ങിക്കുന്നു. നമ്മൾ ഒരു കേക്ക് ബേക്ക് വേണം, അപ്പം നമ്മൾ ബേക്കിംഗ് എന്ന് പറഞ്ഞ് പോവാം, ബേക്കറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേക്ക് എന്ന് പറഞ്ഞ് പോകുന്നു. കേക്ക് എന്ന് പറയുമ്പോൾ ഇത് കേക്ക് ആണെങ്കിൽ ഇവിടെ വന്നു, അവർക്ക് റോ മെറ്റീരിയൽസ് എല്ലാം കൊടുത്തു, അവർ ഉണ്ടാക്കി, അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ നമ്മൾ കേക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് കയ്യും വീശിപ്പോരുന്നു. അപ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണ് വോയിഡ്. അങ്ങോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോകുന്നത് ഫംഗ്ഷൻ്റെ അകത്ത് ഇവിടെ എഴുതും, അതിന് ആർഗ്യുമെൻ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആർഗ്യുമെൻ്റ് ഇല്ലാത്ത ഒരു ഫംഗ്ഷനാണ്, നോ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണിത്, ഓർക്കുക. നോ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഇത് എന്ന് ഓർക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് ഫോം ഓഫ് ദ ഫംഗ്ഷൻ നോ ആർഗ്യുമെൻ്റ് നോ റിട്ടേൺ എന്ന് പറയും. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് ടൈപ്പ് പഠിക്കാം. സെക്കൻഡും തേർഡും കൂടെ പഠിക്കുമ്പോഴേ ഈ ആർഗ്യുമെൻറ്റും വ്യത്യാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിങ്ങിലെ ഏറ്റവും പ്രധാന ഭാഗമാണ്. ഞാൻ ഈ ഒരു കാര്യം, എൻ്റെ പഠനം സെൽഫ് സ്റ്റഡി ആയിരുന്നുകൊണ്ട് പഠിച്ചെടുക്കാൻ വളരെ സമയമെടുത്ത് പഠിച്ചെടുത്തൊരു സംഭവമാണ്. അതായത് പഠിക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് കിട്ടുക എന്നുള്ളതല്ല. വാട്ട് ഈസ് ദിസ് എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം വരുന്ന അവസ്ഥയാണ് മനസ്സിലായി നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. ഫംഗ്ഷനിലെ രണ്ടാമത്തെ ടൈപ്പ് വിത്ത് ആർഗ്യുമെൻറ്റ് നോ റിട്ടേൺ. വിത്ത് ആർഗ്യുമെൻറ്റ് നോ റിട്ടേൺ. ഫംഗ്ഷൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ആണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഷെയറിംഗ് ആണ്. ഇപ്പം നമുക്ക് വീടുകളിൽ കൊപ്ര ആട്ടാനുള്ള മില്ല് കോസ്റ്റ്ലിയാണ്. ഒരു മില്ലേ കാണും, നമ്മളവിടെ ഷെയർ ചെയ്യും, അതിന് ഫീസ് അടയ്ക്കുമായിരിക്കും. പക്ഷെങ്കിൽ നമുക്കെല്ലാവരും മില്ലുണ്ടാക്കാറില്ല അല്ലേ. അപ്പം കൊപ്ര അവിടെ കൊണ്ടുപോയി ആട്ടി തിരിച്ച് വെളിച്ചെണ്ണയും പിണ്ണാക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അപ്പം കൊപ്ര ചാക്കിലാണ് അങ്ങോട്ട് കൊണ്ടുപോയതെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വേറെ കണ്ടെയ്നറിലാണ്. അതായത് സ്റ്റോറേജ് ഏരിയ ഡിഫറൻ്റ് ആയിരിക്കും എന്ന് പറയുന്ന പോലെയാണ്. 2 നമ്പർ കൊടുത്തു വിട്ടു, 3 നമ്പർ, അതായത് ഇൻട്രസ്റ്റ് കാണാൻ കൊടുത്തു വിട്ടാൽ അതിനകത്ത് ഡിവിഷൻ എല്ലാം വരുന്നത് കൊണ്ട് നമുക്ക് ഡെസിമൽ വാല്യൂ കിട്ടും. അപ്പം തിരിച്ച് വരുമ്പം ഫ്ലോട്ട് ആയിരിക്കും. അങ്ങോട്ട് കൊടുത്തത് ഇൻറ്റിജർ കൊടുത്താലും മതി. ഇന്ന് ഞാൻ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചിട്ട്
അതിലെ 3-4 പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്ട് ഈസ് ഫങ്ഷൻ എന്ന് മനസ്സിലാവും. രണ്ടാമത്തേത് വിത്ത് ആർഗ്യുമെൻ്റ് നോ റിട്ടേൺ. നോക്കിക്കോളൂ, ഞാൻ ഫങ്ഷൻ എഴുതുന്നു. ഇവിടെ മെയിൻ എഴുതിയിട്ടാണ് എഴുതുന്നത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇൻറ്റിജർ എ ബി 2 വില എടുക്കുന്നു. വില നമുക്ക് കൊടുത്തു വിടണം. അതിന് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ച് കൊടുത്തു വിടുന്നു. എയും ബിയും തിരിച്ചു വരുന്നില്ല. അവിടെ വെച്ചാണ് എല്ലാ പരിപാടി. അപ്പോൾ തിരിച്ചു വരാത്തത് കൊണ്ട് വോയിഡ്. ഞാൻ ആദ്യമേ മെയിനിന് മുമ്പിൽ എഴുതി എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ മെയിനിന് താഴെയാണ് ആഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വോയിഡ് ആഡ് ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ. 2 പാത്രം നമ്മളെടുത്തു. ഇൻറ്റു ക്യൂ എന്നിരിക്കട്ടെ. അപ്പം നമ്മൾ ഇൻറ്റ് എ ബി വില എടുക്കണം. സി ഔട്ട് എൻ്റർ 2 വാല്യൂസ്, എൻ്റർ 2 വാല്യൂസ്, എൻ്റർ 2 വാല്യൂസ്, സി ഇൻ എ ബി. അതിനെ കൊടുത്തു വിടണം. അപ്പോൾ ആഡ് ഫങ്ഷൻ എ കോമ ബി. അപ്പോൾ എയിലെ വില എക്സിലും വരും, ബിയിലെ വില വൈയിലും വരും. ഇൻറ്റു ക്യൂ ഇവിടെ വെച്ച് കൂട്ടുന്നു. നമ്മൾ കൊടുത്തു വിട്ടു, ഇവിടെ വെച്ച് കൂട്ടി എക്സ് പ്ലസ് വൈ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആൻസർ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നു. ഈ 3 ഫംഗ്ഷനും മനസ്സിലാകുമ്പോഴേ ആർഗ്യുമെൻറ്റിൻ്റെ റിട്ടേൺ എല്ലാം കൃത്യമായി മനസ്സിലാവും. സം ഈക്വൽ ക്യൂ. പ്രോഗ്രാം അവസാനിച്ചു. ഇവിടുന്ന് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. അതാണ് നോൺ റിട്ടേൺ വോയിഡ്. അപ്പോൾ ഇത് മെയിനിന് താഴെ എഴുതിയത് കൊണ്ട് ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എഴുതണം. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് എഴുതി പ്രോഗ്രാം എഴുതുമ്പോൾ IOString.h എഴുതിയതിന് ശേഷം നമ്മൾ പ്രോട്ടോടൈപ്പ് എഴുതുന്നാൽ ഫംഗ്ഷൻ്റെ റിട്ടേൺ, ഫംഗ്ഷൻ്റെ പേര്, ആർഗ്യുമെൻറ്റ്. ഇവിടെ 2 ആർഗ്യുമെൻ്റ് ഉണ്ട്. ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് എഴുതിയാലും മതി. അപ്പം ഇൻറ്റു കോമ ഇൻറ്റു 3 ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്ന ഒന്ന് ഇൻറ്റു ഒന്ന് ഫ്ലോട്ട് ആയിരുന്ന ഫ്ലോട്ട് ഒന്ന് ഇട്ടേനെ. ഇപ്പം ഇവിടെ 2 എണ്ണമേ ഉള്ളൂ സെമിക്കോളൻ. ഇത് പ്രോട്ടോടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പം നമ്മളിത് കോൾ ചെയ്യുമ്പോൾ വില ഇവിടെ എടുത്തു. അതായത് നമ്മൾ കൊപ്ര എടുത്തു, ഇങ്ങോട്ട് കൊടുത്തു കൊണ്ടുവന്നു. ഇവിടെ 2 ഇവിടുത്തെ പാത്രത്തിലിട്ടു, ഇവിടെ വെച്ച് പ്രോസസ്സ് ചെയ്തു, ഇവിടെ ഉപയോഗിച്ചു. അല്ലെങ്കിൽ കേക്ക് നമ്മൾ ആട്ടയും എല്ലാം കൂടെ കൊണ്ടുവന്നു, ഇവിടുത്തെ പാത്രത്തിൽ, ബേക്കറിയിലെ പാത്രത്തിൽ കൊടുത്ത് ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. കൈയും പേശി നമ്മൾ എവിടുന്ന് വന്നോ അവിടേക്ക് പോയി. ഇവിടുന്നാണ് വന്നത്, അപ്പം തിരിച്ചു പോയി. ഇതാണ് സെക്കൻഡ് ഫോം ഓഫ് ദ ഫംഗ്ഷൻ. തേർഡ് ഫോം ഓഫ് ദ ഫംഗ്ഷനും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു. മെയിനിന് ശേഷം ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ മെയിനിന് മുമ്പ് പ്രോട്ടോടൈപ്പ് എഴുതണം. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ 2 ആർഗ്യുമെൻ്റ് ഉണ്ട്. നമ്മൾ കൂടുതൽ പഠിച്ചു വരുമ്പം 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവും. അത് നിങ്ങൾ ഓർക്കുക. അടുത്ത ടൈപ്പ് എന്ന് പറയുമ്പോൾ വിത്ത് ആർഗ്യുമെൻ്റ് വിത്ത് റിട്ടേൺ. വിത്ത് ആർഗ്യുമെൻ്റ് വിത്ത് റിട്ടേൺ. അപ്പോൾ എയും ബിയും എസും സി ഔട്ട് എൻ്റർ 2 വാല്യൂസ്, സി ഇൻ എ ബി, എസ് ഈസ് ഈക്വൽ ടു ആഡ് ഫംഗ്ഷൻ എ കോമ ബി. അതായത് ഈ വാല്യൂ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് വരും, വന്നിട്ട് അത് എഫിലേക്ക് സ്വീകരിക്കപ്പെടും. ഇവിടെയാണ് ആൻസർ പ്രിൻ്റ് ചെയ്യുന്നത്. അതായത് കേക്ക് ഉണ്ടാക്കി നമ്മൾ പൊതിഞ്ഞ് കെട്ടി ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്ന അവസ്ഥ. അപ്പോൾ ആഡ് ഇൻറ്റ് എ ഇൻറ്റ് ബി. അപ്പം ഇൻറ്റ് എക്സ് ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഈ വില തിരിച്ചു പോകണം. റിട്ടേൺ എന്നുള്ള കമാൻഡ് ഉപയോഗിച്ച് അത് തിരിച്ചു പോകും. അങ്ങനെ എക്സിലെ വില
തിരിച്ചു പോകും. ഈ എക്സിലെ വില തിരിച്ചു പോയി എവിടെ കോൾ ചെയ്തോ അവിടെ വരും. നിങ്ങൾ ഓർക്കണം, ഇവിടെയാണ് വരുന്നത്. അത് എഫിലോട്ട് അസൈൻ ആകും. അപ്പോൾ എഫിൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ഓർക്കുക, ഇവിടുന്ന് ഒരു വില തിരിച്ചു പോകുന്നുണ്ട്. ഈ എക്സിൻ്റെ ടൈപ്പ് ഏതാ? ഇൻറ്റിജർ. അതുകൊണ്ട് റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ആയിരിക്കും. തിരിച്ചു പോകുന്ന ഡാറ്റയുടെ ടൈപ്പാണ്. ഒരു ഫംഗ്ഷൻ ഒരു സമയത്ത് ഒരു വാല്യൂവേ റിട്ടേൺ ചെയ്യത്തുള്ളൂ എന്നുള്ളത് മറന്നു പോയത്. ഒരു ഫംഗ്ഷൻ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയിൻ്ററൊക്കെ പഠിക്കും. ഇൻറ്റിജർ ആഡ് ഇൻറ്റ് കോമ ഇൻറ്റ്. ഇവിടെ നമ്മൾ ഓർക്കുക പ്രോട്ടോടൈപ്പ് കണ്ടോ, ഇൻറ്റിജറാണ്. കാര്യം തിരിച്ചു പോകുന്ന എക്സ് ഇൻറ്റിജർ ടൈപ്പാണ്. ഈ എക്സ് ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇൻറ്റിജറാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ 2 ആർഗ്യുമെൻറ്റ് വെച്ച് ചെയ്യുന്നു. നമുക്ക് 3 ആർഗ്യുമെൻറ്റ് വെച്ച് ഉള്ളൊരു അങ്ങനെ 1-2 എഴുതുമ്പോൾ ഇതിനകത്ത് ആ ഡിഫറൻസ് ഫീൽ ചെയ്യും, കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. തേർഡ്, ഇനിയും വേണമെങ്കിൽ ഫോർത്ത് ഫോം എന്ന് പറഞ്ഞ് നോ ആർഗ്യുമെൻറ്റ് വിത്ത് റിട്ടേൺ എന്ന് പറയാം. അത് ഇമ്പോർട്ടൻസ് ഇല്ല. ശരിക്കും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഫംഗ്ഷൻ എന്ന് പറയുന്നത് വാല്യൂ പാസ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നതാണ്. ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാതെ ഇത് റിട്ടേൺ ഇല്ലാത്തതിനെ നമ്മൾ പാസ് ചെയ്യുകയോ റിട്ടേൺ ഇല്ലാത്ത ഫങ്ഷൻസ് എല്ലാം പ്രൊസീജിയർ എന്നാണ് പല ലാംഗ്വേജിലും അറിയപ്പെടുന്നത്. അത് ഓർത്തിരിക്കുക. ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഏറ്റവും